അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വയനാട്ടിൽ ഉരുൾപൊട്ടിയതിന് ശേഷമുള്ള ദൃശ്യങ്ങളാണ്. ഓരോ വീടുകളും ഓരോ കാറുകളും അതിൻ്റെ അവിടെ കാണുന്ന ഓരോ ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ കണ്ണിൽ നിന്ന് വെള്ളമാണ് വരുന്നത്. ആ വീടുകളൊക്കെ എത്ര കൊട്ടാരങ്ങൾ പോലെ കെട്ടിയ വീടാണെങ്കിലും ഒന്നുമല്ല അള്ളാഹുവിൻ്റെ മുമ്പിൽ എന്നുള്ളതാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഈ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ദൃശ്യങ്ങളൊക്കെ അതിനുശേഷം എടുത്തതായ ദൃശ്യമാണ്. വീടിൻ്റെ ഉള്ളിലും പുറവും വീടുമില്ലാതെയും കാറും അതേപോലെയുള്ള പല രീതിയിലുള്ള വസ്തുക്കളും ഇവിടെ നമുക്ക് കാണാൻ കഴിയും. ഒന്നുമില്ല. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് അള്ളാഹുവിലേക്ക് സമർപ്പിച്ചാൽ നമ്മുടെ ജീവിതം ആഖിറത്തിൽ രക്ഷപ്പെടാൻ കഴിയും, ദുനിയാവിലും രക്ഷപ്പെടാൻ കഴിയും. ഇല്ലെങ്കിൽ ഒന്നുമില്ല എന്നുള്ളതാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. നമ്മളിൽ എത്ര സമ്പാദ്യമുണ്ടായിട്ടും പണമുണ്ടായിട്ടും വലിയൊരാൾ എന്ന് കരുതിയിട്ടും അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു നാടിനെ ഭരിക്കുന്ന ആളാണ്, എന്നെക്കൊണ്ട് എന്തിനും സാധിക്കുമെന്ന് പറയുന്ന ആൾക്കാർക്ക് ഒരു ഉദാഹരണമാണ് ഈ വയനാട്. നമ്മൾ ചിന്തിക്കണം സഹോദരങ്ങളെ, അവിടെ എത്രയോ പിഞ്ചോമന പൈതങ്ങളുടെ ശരീരം ഓരോ ഭാഗത്തായിട്ടാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ഈ അടുത്ത് ഒരു വീഡിയോ കണ്ടു ഞാൻ. അതിൽ രക്ഷാപ്രവർത്തകന് ഒരാൾ, അദ്ദേഹം ഒരു കോട്ടയിൽ ഒരു പ്ലാസ്റ്റിക് കവറിൽ ഒരു സാധനം ഇങ്ങനെ കാണിച്ച് പറയുകയാണ്, ഇത് ആരുടേതോ നാവാണ്, ഇതിനെ DNA ടെസ്റ്റിന് അയക്കണം. അങ്ങനെയാണ് സഹോദരങ്ങളെ, നാവ് വേറെയായിട്ടും തല വേറെയായിട്ടും കാലുകൾ വേറെയായിട്ടും ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങൾ വേറെ വേറെയായിട്ടാണ് അവിടെ നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത്. ഇതൊക്കെ നമുക്ക് വാട്സപ്പിലൂടെ നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞു. മാത്രമല്ല സഹോദരങ്ങളെ, അവിടേക്ക് എത്തിയതായ രക്ഷാപ്രവർത്തകരെ കുറിച്ച് നമ്മൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ വയ്യ. കാരണം അവരത്രയ്ക്കും പരിശ്രമിച്ചുകൊണ്ടാണ് അവിടെ രാത്രിയും പകലുമല്ലാതെ ആ ഒരു സ്ഥലത്തേക്ക് എത്തി അവിടെ നിന്ന് പല ആൾക്കാരെയും രക്ഷപ്പെടുത്തുകയും അവിടെ ഉണ്ടായിരുന്ന മൃതശരീരങ്ങളെ തപ്പിപ്പിടിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് സഹോദരങ്ങളെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിലുള്ള അപകടങ്ങളെ തൊട്ട് നമ്മേവരെയും കാത്ത് രക്ഷിക്കുമാറാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മാത്രമല്ലാതെ ഈ ഒരു ഉരുൾപൊട്ടിയത് കൊണ്ട് എത്രയോ കുടുംബങ്ങൾക്ക് എത്രയോ നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ സമ്പാദ്യമോ വീടോ ഒന്നുമല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ഉപ്പയുണ്ട് ജീവിച്ച് മകനില്ല, മകനുണ്ട് ജീവിച്ചിട്ട് ഉപ്പയില്ല, ഭാര്യ ജീവിച്ചിട്ടില്ല ഭർത്താവുണ്ട്. ഇങ്ങനെ എത്രയോ എത്രയോ നിരവധി കുടുംബങ്ങൾ അവിടെ കണ്ണീരിലായിരിക്കുകയാണ്. നമ്മൾ ചിന്തിക്കണം, ഈ ദുനിയാവ് ഒന്നുമല്ല. അള്ളാഹുവിൻ്റെ മുമ്പിൽ ഇതൊക്കെ സീറോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം സഹോദരങ്ങളെ. രാത്രി കിടന്നുറങ്ങിയ ആൾക്കാരെ സുബഹി നേരത്ത് നോക്കുമ്പോൾ കാണാറില്ല. മൊത്തമായിട്ടും ഒരു ഏരിയ തന്നെ ഒരു ഏരിയ മൊത്തമായിട്ടും കാണാറില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കണം, എത്രയും ഇബാദത്തുകൾ ചെയ്തിട്ടുണ്ടെന്ന് ചിന്തിക്കണം, എത്ര സദഖകൾ ചെയ്തിട്ടുണ്ടെന്ന് ചിന്തിക്കണം, നമ്മൾ എത്ര നന്മകൾ ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കണം. ഇവിടെ നമുക്ക് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രക്ഷാപ്രവർത്തകർ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികളാണ്. ഈ ഒരു വീടാണെങ്കിലോ കൊട്ടാരം പോലെ കിട്ടിയ ഒരു വീടാണ്. കണ്ടില്ലേ ഇതിൻ്റെ അവസ്ഥ എന്തായി പോയിട്ടുണ്ട്. ഇവിടെ രക്ഷാപ്രവർത്തകരെ കുറിച്ച് പറയുമ്പോൾ വെറും ഒരു സംഘടനയുടെ ആൾക്കാരോ അല്ലെങ്കിൽ മുസ്ലിമീങ്ങൾ മാത്രമായിട്ടോ വന്ന് രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയല്ല. എല്ലാവരും ഐക്യത്തോടു കൂടിയാണ് ഇവിടെ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ അറിയണം. യാതൊരു ഭേദഭാവമില്ലാതെ നമ്മളെല്ലാവരും ഒരു കെട്ടായിട്ട് നിൽക്കണം എന്നൊരു ഉദ്ദേശമായിട്ട് എല്ലാവരും അവിടെ നല്ല രീതിയിൽ പരിശ്രമിച്ചുകൊണ്ട് രക്ഷാദൗത്യം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു ആ രക്ഷാദൗത്യം നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും അവരുടെ കുടുംബത്തിനും അതേപോലെ അവർക്കും സമാധാനവും ബറക്കത്തും നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. എല്ലാവരും പ്രത്യേകിച്ച് പ്രാർത്ഥനയിൽ
കൊണ്ടുവരിക. ജീവിതത്തിൽ രണ്ടേ രണ്ട് ആയുധമാണ് നമ്മുടെ കയ്യിലുള്ളത്. ഒന്ന് സ്വതക്കയാണ്, മറ്റൊന്ന് ദുആയാണ്. ഇത് രണ്ടും കഴിഞ്ഞാലേ മറ്റേതും നമ്മുടെ കയ്യിലില്ല. ഈ രണ്ടാണ് നമ്മുടെ കയ്യിൽ ആയുധമായിട്ടുള്ളത്. നല്ല രീതിയിൽ ഇത് രണ്ടിനെയും ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മേവരെയും ഇത്തരത്തിലുള്ള ഇതിൽ നിന്ന് നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വയനാടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയാണ്. ഏകദേശം ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് 280-ലധികം ആൾക്കാർ മൃതശരീരം അവിടെ നിന്ന് കിട്ടിയെന്ന് അറിയാൻ വേണ്ടി കഴിഞ്ഞു. അവർക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിച്ച് തരുമാറാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ഒരു വീഡിയോ നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തുക എല്ലാവരെയും എന്ന് പറഞ്ഞുകൊണ്ട് അസ്സലാമു അലൈക്കും.